ജീവിതയാത്രയിൽ നാം പലതരം മനുഷ്യരെ കണ്ടുമുട്ടാറുണ്ട്. മാർഗദർശികളും തുണയാവുന്നവരുമാണ് അധികം പേരെങ്കിലും ചിലരുണ്ടാകും. തോളിൽ കൈയിട്ട് നന്നായിട്ട് പണിതരുന്നവരും. നമുക്ക് ചുറ്റും അത്തരക്കാരെ കാണാം. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക എന്ന ചൊല്ലില്ലേ, പരദൂഷണവും താൻ പോരുമയും ഒക്കെ ഇക്കൂട്ടരുടെ ശീലമാണ്. നമ്മളോട് ഒന്ന് പറയും, മറ്റുള്ളവരോട് മറ്റൊന്ന് പറയും. എന്നിട്ട് നമ്മളെ തമ്മിൽ തെറ്റിക്കും. നാരദ പറയാത്തത് പറഞ്ഞ് എന്ന് പ്രചരിപ്പിക്കും. ടോക്സിക് സ്വഭാവമുള്ള ഇത്തരം മനുഷ്യരെ സൂക്ഷിക്കണം. ഉള്ളിലെ വൈര്യവും വെറുപ്പുമൊക്കെയാണ് ഇത്തരം സ്വഭാവത്തിലൂടെ പുറത്തു വരുന്നത്. അതുകൊണ്ട് തോളിൽ ചാരി പണിതിരുന്നവരെ, നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തോളൂ. പരദൂഷണവും വ്യക്തിയാധിക്ഷേപവും ഒന്നും ദീർഘകാലം നിലനിൽക്കില്ല. കർമ്മഫലത്തെ ഇച്ഛിക്കാതെ ചെയ്തു തീർക്കേണ്ട കർമ്മം വേണ്ട പോലെ അനുഷ്ഠിക്കാനാണ് ഭഗവത്ഗീതയും നമ്മളോട് പറയുന്നത്. കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കദാചന മാ കർമ്മഫല ഹേതൃഭൂ മാതേ സംഗോ വസ്തു കർമ്മണി. നമ്മളിൽ നിക്ഷിപ്തമായ കർമ്മം കടമകൾ ലാഭേച്ഛയില്ലാതെ ചെയ്തു തീർക്കുക. സന്തോഷവും സമാധാനവുമല്ലേ നമുക്ക് ഏറ്റവും വലുത്. പണിതിരുന്ന മനുഷ്യരെ ഒന്ന് നോക്കി വെച്ചേക്കണമെന്ന് മാത്രം. തോളിൽ കയറാൻ വരുമ്പോൾ നിക്ക് നമുക്ക് സൗഹൃദം മതി എന്നുള്ളതായിരിക്കണം നമ്മുടെ പൊതുവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്.